ഷാർജ ഇന്ത്യ ബിസിനസ് റൗണ്ട് ടേബിൾ സംഘടിപ്പിച്ച് ഷാർജ FDI ഓഫീസ് ഷാർജയിലെ ഇന്ത്യൻ ബിസിനസ് ആൻഡ് പ്രൊഫഷണൽ കൗൺസിലുമായി സഹകരിച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഷാർജ എമിറേറ്റിലെയും ഇന്ത്യയിലെയും ബിസിനസ് സമൂഹങ്ങൾ തമ്മിലുള്ള സാമ്പത്തിക പങ്കാളിത്തം ശക്തിപ്പെടുത്തുക എന്നതാണ് ലക്ഷ്യം. ഉൽപാദനം, സാങ്കേതികവിദ്യ, ലോജിസ്റ്റിക്സ് തുടങ്ങിയ മുൻഗണനാ മേഖലകളിലെ നിക്ഷേപത്തിനും സഹകരണത്തിനുമുള്ള പുതിയ അവസരങ്ങളെക്കുറിച്ചാണ് വട്ടമേശ സമ്മേളനം ചർച്ച ചെയ്തത്. ഇത് മിഡിൽ ഈസ്റ്റിലേക്കും ആഗോള വിപണിയിലേക്കും വ്യാപിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഇന്ത്യൻ കമ്പനികൾക്ക് ഒരു പ്രാദേശിക കവാടമെന്ന നിലയിൽ ഷാർജയുടെ സ്ഥാനം ശക്തിപ്പെടുത്തുകയും ചെയ്തു. ഇന്ത്യ ഷാർജ സാമ്പത്തിക ബന്ധം വളരെ ആഴമുള്ളതാണ്. 21,701 ഇന്ത്യൻ കമ്പനികൾക്ക് എമിറേറ്റ് അതിൻ്റെ ഫ്രീ സോണുകളിൽ ആതിഥേയത്വം വഹിക്കുന്നുണ്ട്. പ്രധാന വിപണികളിൽ പ്രവർത്തിക്കുന്ന 20,199 ഇന്ത്യൻ കമ്പനികളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഷാർജയും ഇന്ത്യയും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം 2025 14.39 ബില്യൺ ദിർഹമായി. UAEയും ഇന്ത്യയും തമ്മിലുള്ള സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ 2022 പ്രാബല്യത്തിൽ വന്നതിന് ശേഷം വ്യാപാര നിക്ഷേപ അവസരങ്ങൾ ഗണ്യമായി വർദ്ധിച്ചുവെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. 2026 UAE ഇന്ത്യ വ്യാപാര ബന്ധങ്ങൾക്ക് കൂടുതൽ സമൃദ്ധമായ വർഷമാകുമെന്ന് വട്ടമേശ സമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഷെയ്ഖ് ഫാഹിം അൽ ഖാസിമി ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. Sharjah's economy is growing at about 8.5% in terms of GDP annually. That's nearly 3 times global growth. In 2024, we saw over 9% growth in manufacturing, over 9% growth in logistics and transportation. And you have to understand that manufacturing accounts for about 18.5% of our $45 billion economy here in the Emirates. ഏറ്റവും പുതിയ കണക്കുകൾ ഷാർജയുടെ GDPയിൽ 8.5% വളർച്ച പ്രതീക്ഷിക്കുന്നതായി ചൂണ്ടിക്കാട്ടിയ അദ്ദേഹം ഇന്ത്യൻ ബിസിനസ് സമൂഹത്തിന് എമിറേറ്റ് നിക്ഷേപിക്കാനുള്ള വർദ്ധിച്ചുവരുന്ന അവസരങ്ങൾ എടുത്തു കാണിക്കുകയും ചെയ്തു. ദുബായിലെ ഇന്ത്യൻ കോൺസുൽ ജനറൽ ഹിസ് എക്സലൻസി സതീഷ് കുമാർ ശിവൻ, IBPC ചെയർമാൻ ലാലു സാമുവൽ, ഏരീസ് ഗ്രൂപ്പ് CEO സർ സോഹൻ റോയ്, വിയ ഗ്രൂപ്പ് ചീഫ് സ്ട്രാറ്റജി ആൻഡ് ബിസിനസ് ഡെവലപ്മെന്റ് ഓഫീസർ വിനിത് ദിനേശ് ഷാ എന്നിവർ സംസാരിച്ചു. We all know that the CEPA was signed in 2022. Just before the CEPA was signed, bilateral trade was around $43 billion. Today, within just 4 years, as of March 2026, the bilateral trade is expected to reach $106 billion. That is the growth that we are seeing in the past 4 years. Is more than a formal dialogue. It's a strategic convergence of ideas, capital capabilities, and long-term vision between Sharjah and India, the two economies that share deep historical ties and even deeper commitment to the future-oriented growth. NTV, Sharjah. NTV UAE to the world.